ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് തിരുവോണത്തെ വരവേൽക്കാൻ അവസാന മണിക്കൂറുകളിലെ ഒരുക്കത്തിലാണ് മലയാളികൾ. ഇപ്പോൾ ഓണച്ചന്തകളിലും കടകളിലുമൊക്കെ വലിയ തിരക്കാണ് ഇന്നത്തെ വൈകുന്നേരം അനുഭവപ്പെട്ടത്. നാടാകെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കനകക്കുന്നിലേക്ക് പോകാം. റഹീസ് റഷീദ് അവിടെയുണ്ട്. റഹീസ് റഷീദ്, കനകക്കുന്നിലാണ് ഓണം. 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിലെ കലാപരിപാടികളടക്കം പുരോഗമിക്കുകയാണോ ഇപ്പോൾ? സുജയ, കലാപരിപാടികൾ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഉത്രാടപ്പാച്ചിലിൽ ചാല മാർക്കറ്റിലും പാളയം മാർക്കറ്റിലും ഒക്കെ പോയ ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഭയങ്കര ലൈറ്റ് വട്ടമാണ്. സുജയ്ക്ക് അറിയാലോ, സാധാരണഗതിയിൽ ഈ റോഡിൽ രാജവീതി എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ മുഴുവൻ ലൈറ്റാണ്. ആ ലൈറ്റ് കാണുന്നതിന് വേണ്ടി ആളുകൾ ഇഷ്ടം പോലെ വരുന്നു. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു, എന്നിട്ടും ആളുകൾ പോകുന്നില്ല. കാരണം നാളെ തിരുവോണമാണ്. തിരുവോണത്തിന് തലേന്ന് പോയി പൂക്കൾ ഒരുക്കുക, അത്തരം പരിപാടികളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇവിടെ വന്നാൽ അങ്ങനെ വിട്ടുപോകാൻ തോന്നുന്നില്ല ആളുകൾക്ക്. എല്ലാ സൈഡിൽ നിന്നും ആളുകൾ, ഇതാ കൊട്ടാരത്തിന്റെ ഭാഗത്ത് നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നുണ്ടോ, അതിനകത്ത് മുഴുവൻ ആളുകളാണ്. പലതരത്തിലുള്ള സ്റ്റാളുകൾ, എക്സിബിഷനുകൾ എല്ലാം ഉണ്ട്. പലതരത്തിലുള്ള മത്സരങ്ങൾ ഒക്കെ ഉണ്ട്. ഓണാഘോഷം എവിടം വരെയായി? സാധനങ്ങളൊക്കെ വാങ്ങിയോ? പുതിയ ഉടുപ്പൊക്കെ വാങ്ങിയോ? ഏത് കളറാ വാങ്ങിയ? കറുപ്പ്. അച്ഛൻ ഇഷ്ടപ്പെട്ടതാണോ, അമ്മ ഇഷ്ടപ്പെട്ടാണോ, അതോ നിനക്ക് ഇഷ്ടപ്പെട്ടാണോ വാങ്ങിയ? ആണോ? എല്ലാവർക്കും കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഓണാഘോഷത്തിന്റെ? അടിപൊളിയായിരുന്നു. എല്ലാം കണ്ടോ? അങ്ങനെ ഇതാ ഇവിടെ കണ്ടോ, ഓരോ സാധനങ്ങള് വിൽക്കുന്ന ഇതൊക്കെ ഇങ്ങനത്തെ കണ്ടോ. പിള്ളേരെ മൊത്തം വരുന്ന പിള്ളേരൊക്കെ ഇത് കാണുമ്പോ കരയും, മേടിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ പല തരത്തിലുള്ള ഐറ്റം വിൽക്കുന്ന ആളുകൾ ഇതാ ബബിൾ വിടുന്നുണ്ടോ? ബബിൾ വിടുന്നു. 10 മണിയായി, പക്ഷെ നല്ല കച്ചവടമുണ്ട്. അതുകൊണ്ട് ചേച്ചി ഇവിടെ നിൽക്കുകയാണ്. ഇതൊക്കെ പിള്ളേര് മാതാപിതാക്കളെ കണ്ട ഉടനെ തന്നെ വാങ്ങിച്ചു തരാൻ പറയുന്ന ഒരിത്. മോള് കേട്ടോ, മൈക്ക് കണ്ട് ഓടി. ഓണാഘോഷമൊക്കെ എവിടം വരെ ആയി? ലൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇവിടെ എവിടെ വീട്? ഇവിടെ സാധാരണ ഇതിലിങ്ങനെ കാണാൻ വരാറുണ്ട്. കഴിഞ്ഞോ? ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ഈ നാളെ ഒരു ദിവസം വന്നാൽ മതി. സദ്യക്കൊക്കെ ഉള്ള എല്ലാം റെഡിയാക്കിയോ? ऐसा फेस्टिवल हमने पहली बार देखा, बहुत मजा आया. हम गुजरात से हैं. മലയാളികൾ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ട്. ഇതൊരു കുഞ്ഞു കുട്ടിയായിട്ട്. തണുപ്പടിക്കുവോ? ഇവര് കുറെ ആളുകൾ അങ്ങനെ. എങ്ങനെയുണ്ട് ഓണമൊക്കെ? ഇവിടെ ഇഷ്ടപ്പെട്ടോ? ഇവിടെ പിന്നെ ഇതാ ഊഞ്ഞാലുണ്ട്. ചെറിയ കുട്ടികൾക്ക് വന്നിരുന്ന് ആടാൻ പറ്റുന്ന ഊഞ്ഞാല്. അതിനപ്പുറത്തൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഗംഭീരമായ ഇതുണ്ട്. ഈ ഇവിടെ ഓണാഘോഷത്തിന്റെ സമാപനം 8-ാം തീയതിയാണ്. 8-ാം തീയതി നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന. അങ്ങനെ റഹീസിന് ഊഞ്ഞാലാടുകയാണ്. ആടിക്കോളൂ കുട്ടി ആടിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം റഹീസിനെ പറഞ്ഞു വിടാം. അപ്പോൾ കനകക്കുന്നിൽ ഊഞ്ഞാലുണ്ട്. അതോടൊപ്പം തന്നെ വർണ്ണവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ബഹുവർണ്ണങ്ങളിലുള്ള ലൈറ്റുകളുണ്ട്. അത് കാണാനായിട്ടൊക്കെ തിരുവനന്തപുരംകാരെ ഇറങ്ങുന്ന ഒരു രാത്രി കൂടിയാണ് ഉത്രാട രാത്രി.